സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15-കാരന് രോഗം സ്ഥിരീകരിച്ചു. കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിപ്പയുടെ പ്രഭവ കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന മലപ്പുറം പാണ്ടിക്കാടിന് ചുറ്റുമുള്ള 3 കിലോമീറ്ററിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ തുറന്നു. സാജിദ് അജ്മൽ ഒപ്പം ഷിദ ജഗത്ത് എന്നിവർ വിവരങ്ങൾ നൽകും. സാജിദ്, ആശങ്കാജനകമായ സാഹചര്യം. പാണ്ടിക്കാട് 15-കാരന് രോഗം സ്ഥിരീകരിക്കുന്നു. ഈ 15-കാരൻ ഇപ്പോൾ എവിടെയാണ് ചികിത്സയിലുള്ളത്? ഏറ്റവും പുതിയ സാഹചര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ, നടപടികൾ, വിശദാംശങ്ങൾ? സൈഫുദ്ദീൻ, പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ രോഗിയായ 14-കാരന് ഈ നിപ്പയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതുകൂടാതെ ആരോഗ്യവകുപ്പ് നടത്തിയ 2 പരിശോധനയിലും പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ നിപ്പ രാജ്യത്ത് ഈ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഈ നിപ്പ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് കുട്ടി ഉള്ളത്. ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റും. അവിടെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് മെഡിക്കൽ ബോർഡായിരിക്കും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മുഴുവൻ പരിശോധിക്കുക. പൂനെയിൽ നിന്ന് ആന്റിബോഡി നാളെ തന്നെ എത്തിക്കും എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഇനി നിപ്പ പ്രോട്ടോകോൾ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. സാധാരണഗതിയിൽ 3 കിലോമീറ്റർ ആണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുക. അതിൽ ഏതെല്ലാം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റണം, അവിടെ ഏതെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, മലപ്പുറം ജില്ലാ കളക്ടർ, മലപ്പുറം DMO, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ വലിയൊരു ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിക്ക് എങ്ങനെയാണ് നിപ്പ വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ ഒരു നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാധാരണഗതിയിൽ വവ്വാലുകൾ കടിച്ച പഴങ്ങളോ മറ്റും ഭക്ഷിക്കുമ്പോഴാണ് നിപ്പ വരാറുള്ളത്. ഇങ്ങനെ കുട്ടി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിപ്പ കൂടാതെ ഈ കുട്ടിക്ക് ചെള്ളുപനി കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ കുട്ടിയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയ ആളുകൾ ഇപ്പോൾ തന്നെ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന മറ്റാളുകളുടെ വിശദമായ ഒരു പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളോടും ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശം നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ എത്തിച്ചത്. 15-കാരനാണ്. ഗുരുതരമായ അവസ്ഥയിലാണ് കുട്ടി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഷിദ ജഗത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഷിദ, നേരത്തെ ഈ മെഡിക്കൽ കോളേജിൽ നിപ്പ ചികിത്സിച്ച ഈ സാഹചര്യം നിയന്ത്രിച്ചും പരിചയമുള്ളതാണ് ഡോക്ടേഴ്സിനായാലും അവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഉദ്യോഗസ്ഥർക്കായാലും ഒക്കെ. അപ്പോൾ ഈ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികൾ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ട്? ഈ കുട്ടിയെ ഏതെല്ലാം നിലക്കുള്ള ചികിത്സയ്ക്ക് ഇപ്പോൾ വിധേയനാക്കാൻ കഴിയും? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ നിപ്പ മുൻപ് ചികിത്സിച്ച്, അതായത് വന്ന ആളുകൾക്ക് തന്നെ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചികിത്സാ രീതി തന്നെ പിന്തുടരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നത്. നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഐസൊലേഷൻ, നേരത്തെ തന്നെ 2018 നിപ്പ വന്ന സമയത്ത് ഒരു ഐസൊലേഷൻ വാർഡ് ക്രമീകരിക്കുകയും ആ വാർഡ് ഇത്തരം എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറ്റാൻ ഒരു സൗകര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഐസൊലേഷൻ വാർഡ് ഒരുക്കുന്നത്. അവിടേക്ക് ഈ കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. അവിടെ ഇനി ചികിത്സ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസമാണ് കുട്ടിയെ ഈ പാണ്ടിക്കാട് പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ തന്നെ സ്രവ സാമ്പിളുകൾ, ഈ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള നിപ്പയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പോലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനാ ഫലം വന്നാൽ മാത്രമാണ് അതൊരു പ്രോട്ടോകോൾ അനുസരിച്ച് നിപ്പ വൈറസ് ആണെന്ന് പ്രഖ്യാപിക്കാനാവുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള ആ രീതിയിലുള്ള നിപ്പ ബാധിച്ചതിനെ തുടർന്നുള്ള എല്ലാ ചികിത്സയും ഈ കുട്ടിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മറ്റു തുടർ ചികിത്സകളെല്ലാം തന്നെ ഉടൻ നൽകുകയും ചെയ്യും. ഒപ്പം ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അവരുമായി സമ്പർക്കം പുലർത്തിയ ആളുകളെല്ലാം തന്നെ നിരീക്ഷണത്തിലാക്കുന്നുണ്ട്. എന്തായാലും
പേടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം എല്ലാം തന്നെ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിപ്പ മുൻപ് വന്ന നിപ്പ ചികിത്സിച്ചതിൽ ഏറെ പരിചയമുള്ള ഡോക്ടർമാർ കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം നിലവിൽ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു.